ഐക്യ ബാച്ച് നീറ്റ് UG 2022 ഇത് ഇപ്പോൾ +2 പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് 2022 +2 ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ നീറ്റും കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാച്ച് ഐക്യ നീറ്റ് UG 2022. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ 2022 തന്നെ നേടിയെടുക്കാവുന്ന ഒരു ബാച്ചാണിത്. പിന്നീട് നമ്മൾ ഐക്യ നീറ്റ് UG 2023 ബാച്ച് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ +1 പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവർ എന്തായാലും 2023 ആകുമ്പോഴേക്കും +1ഉം +2ഉം പഠിച്ച് അതിൻ്റെ കൂടെ നീറ്റും തയ്യാറായിട്ട് 2023 നമുക്ക് റിപ്പീറ്റേഴ്സ് അവിടെയും ഇല്ലാതെ നീറ്റ് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഡ്രോപ്പേഴ്സ് ബാച്ച് ഇത് 21 സെപ്റ്റംബറിന് തുടങ്ങിയിട്ടുണ്ട്. ആ ഡ്രോപ്പേഴ്സ് ബാച്ച് ഒക്ടോബർ മുതൽ കൃത്യമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഡ്രോപ്പേഴ്സ് ബാച്ചിൽ കൂടുതൽ ആൾക്കാർക്കും 2021 ഫിസിക്സ് ഒക്കെ കുറച്ച് ടഫൊക്കെ ആയിരുന്നു. അത് എന്തായാലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ബാച്ചുകൾ നമ്മുടെ പരമാവധി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എല്ലാ സ്റ്റാഫുകളും ഈ ഐക്യ ബാച്ച് ഡ്രോപ്പേഴ്സിലും മറ്റ് ബാച്ചുകളിലും ഉണ്ട്. മക്കൾ ഡ്രോപ്പേഴ്സ് ബാച്ചിൽ എന്തായാലും ജോയിൻ ചെയ്യുക. CHRK22 എന്ന കോഡാണ് ഉപയോഗിക്കേണ്ടത്. പിന്നീട് ഇതിൽ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണ്. ലൈവ് ഡൗട്ട് സോൾവിങ് ഉണ്ടാവും, ലൈവ് മെൻറ്ററിങ് സെഷൻ ഉണ്ടാവും, ഫിസിക്കൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ഐക്കോണിക് സബ്സ്ക്രിപ്ഷനിൽ ഓഫേഴ്സും ഉണ്ട്. അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡഡ് നോട്ട്സൊക്കെ, അതായത് ഈ ബ്രാൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി വേറെ തന്നെ ആയിരിക്കും. അതായത് ടോപ്പ് റാങ്കേഴ്സ് റിവ്യൂ ചെയ്ത നോട്ട്സാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. പിന്നെ ടോപ്പ് ഫാക്കൽറ്റീസാണ് ഈ നോട്ട് തയ്യാറാക്കുന്നത്. എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഉപയോഗിക്കാവുന്ന നോട്ട്സാണ് ഉള്ളത്. അക്കാഡമിയിൽ പിന്നെ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ CHRK22 എന്ന കോഡ് ഉപയോഗിക്കുക. CHRK22 അത് ഉപയോഗിച്ചാൽ നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ. പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ടെസ്റ്റുകൾ കോണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ട് നല്ല സ്കോർ നേടുക. അപ്പോൾ സ്കോളർഷിപ്പൊക്കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നീറ്റ് UG 2022 തയ്യാറായിട്ട് വരിക. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എളുപ്പമുള്ള ചാപ്റ്ററാണ്, പക്ഷേ എന്നാലും ചിലപ്പോൾ നമുക്ക് പറ്റിക്കൽ അല്ലെങ്കിൽ പണി തരുന്ന ചാപ്റ്ററും കൂടിയാണ്. 2021 നീറ്റിൽ എളുപ്പം എന്ന് പ്രതീക്ഷിച്ച് പോയപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു ചാപ്റ്ററും കൂടിയാണ് ഹൈഡ്രജൻ. എന്തുകൊണ്ടെന്നാൽ അതിൽ എല്ലാ പോയിന്റുകൾക്കും പ്രാധാന്യം കൊടുക്കാതെ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം കവർ ചെയ്തു. നമ്മളങ്ങനെ ഇനോർഗാനിക്കിൽ എല്ലാ പോയിന്റ്സും നമുക്ക് അണ്ടർലൈൻ ചെയ്ത് ബയോളജി പഠിക്കുന്നത് പോലെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. അതിൽ ഒഴിവാക്കാനൊന്നുമില്ല. ഇനോർഗാനിക്കിൽ എക്സെപ്റ്റ്, അതുപോലെ നോട്ടഡ്, അതുപോലെ ഒൺലി എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകളുണ്ടാവും. ഒൺലി അല്ലെങ്കിൽ എക്സെപ്റ്റ് അല്ലെങ്കിൽ നോട്ട്, യു നോട്ടഡ് ദാറ്റ്, അങ്ങനെയുള്ള പോയിന്റ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഹൈഡ്രജനിലേക്ക് വരാം. പക്ഷേ സിമ്പിളായാലും ആ രീതിയിൽ കാണാൻ പാടില്ല. എല്ലാ ചാപ്റ്ററിനും അതിൻ്റേതായ വെയിറ്റേജും ഉണ്ട്, അതിൻ്റേതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് ഹൈഡ്രജൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ. മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്. അതൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്. അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നൈട്രജൻ ആയിരിക്കില്ലേ. അപ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണെങ്കിൽ യൂണിവേഴ്സിൽ ഹൈഡ്രജൻ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാനറ്റൊക്കെ ചേർന്നായിട്ടാണ് യൂണിവേഴ്സായിട്ട് മാറുന്നത്. അങ്ങനെ ഹൈഡ്രജൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി അത് തന്നെ പഠിച്ചു വെക്കുക, മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ്. പിന്നീട് നമ്മൾ ഹൈഡ്രജൻ്റെ ബേസിക് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 1 ആണ്. ഇങ്ങനെ എവിടെ പെടുത്തിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനെ ആൽക്കലി മെറ്റലിൻ്റെ കൂടിയും നമ്മൾ പെടുത്താറില്ല, ഹാലജൻ്റെ കൂടിയും പെടുത്താറില്ല. പീരിയോഡിക് ടേബിളിൽ പ്രത്യേകം ഒരു ബോക്സ് വരച്ചിട്ടാണ് ഹൈഡ്രജനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. എല്ലാം അറിയുന്നതാണ്, അതുകൊണ്ടാണ് ബോർഡിൽ എഴുതാത്തത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ 1, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. നമുക്ക് എല്ലാവർക്കും അറിയാം കെ ഷെൽ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടാകും. അപ്പോൾ 2 ഇലക്ട്രോൺ ആണെങ്കിൽ കെ ഷെൽ ഫുൾഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ 1s1 അല്ലേ. അപ്പോൾ അത് മറ്റൊരു ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് H ഉം H2 ആവില്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ 1s2 ഫോം ചെയ്യില്ലേ. അതാണ് H2ലേക്ക് ഹൈഡ്രജൻ മാറുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സ്റ്റേബിൾ H2 ഫോമിലാണ്. എന്തുകൊണ്ട്? കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫോം ചെയ്യും, അതായത് 1s2 കോൺഫിഗറേഷൻ വരും. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അഥവാ 1s2 കോൺഫിഗറേഷൻ. സോ ഹൈഡ്രജൻ ഈസ് സ്റ്റേബിൾ ഇൻ 1s2 ഫോം. അപ്പോൾ H2 എന്ന ഫോമിലാണ് ഹൈഡ്രജൻ സ്റ്റേബിൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അടുത്ത കാര്യവും കിട്ടി. പിന്നീട് നമ്മൾ 2021 നീറ്റ് മേഖലയിലേക്ക് കടക്കുകയാണ്. 2021 നീറ്റിൽ ചോദിച്ചത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിലേക്ക് നമുക്ക് പോകാം. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ് ഉണ്ട്. അത് ഞാൻ ബോർഡിൽ എഴുതാം. അതിൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇതാണ് 3 ഐസോട്ടോപ്പ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ മക്കൾക്കെല്ലാം അറിയാം
സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറൻറ്റ് അറ്റോമിക് മാസ്. അതായത് താഴെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മുകളിൽ അറ്റോമിക് മാസ് ഡിഫറൻ്റ് ആയിരിക്കും. അത്തരം സ്പീഷീസിനെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കൽ. അങ്ങനെയുള്ള ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അത് നമുക്ക് കാണാമല്ലോ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് 3 കോളം വരച്ചത് മനസ്സിലാക്കാം. ഫസ്റ്റ് കോളത്തിൽ H11 ആണ് പ്രോട്ടിയം. സെക്കൻഡ് കോളത്തിൽ H12 ആണ് ഡ്യൂട്ടീരിയം. അടുത്തതാണ് H13 ആണ് നമ്മുടെ ട്രിഷ്യം. ഓക്കെ, പ്രോട്ടിയം ആയതുകൊണ്ട് ഇവിടെ P എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ. P എന്ന് പറഞ്ഞാൽ പ്രോട്ടിയമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ D എന്ന് എഴുതാം, ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ H12 ആണ്. ഇവിടെ ട്രിഷ്യം എന്ന് എഴുതാം, ട്രിട്ടിയം H13 ആണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജനൊക്കെ ഇപ്പോൾ H2Oയിൽ ഹൈഡ്രജൻ ഉണ്ട്, NH3യിൽ ഹൈഡ്രജൻ ഉണ്ട്, HCl ഹൈഡ്രജൻ ഉണ്ട്, CH4ൽ ഹൈഡ്രജൻ ഉണ്ട്. നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഹൈഡ്രജനും നോർമൽ ഹൈഡ്രജനായ പ്രോട്ടിയമാണ്. അതാണ് മോസ്റ്റ് അബണ്ടൻറ്റ് ഹൈഡ്രജൻ. ഒന്നുകൂടെ പറയാം, നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന 99.9% എല്ലാ ഹൈഡ്രജനും എന്താണ്? മോസ്റ്റ് അബണ്ടൻറ്റ് ഹൈഡ്രജനായ പ്രോട്ടിയമാണ്. H2Oയിൽ ഹൈഡ്രജൻ ഇല്ലേ, അത് പ്രോട്ടിയമാണ്. HCl ഹൈഡ്രജൻ ഇല്ലേ, അതും പ്രോട്ടിയമാണ്. NH3 ഹൈഡ്രജൻ പ്രോട്ടിയം, അങ്ങനെയുള്ള എല്ലാ ഹൈഡ്രജൻ, CH4ൽ പ്രോട്ടിയം. അപ്പോൾ H11 പ്രോട്ടിയം ഈസ് മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. മോസ്റ്റ് അബണ്ടൻറ്റ്, ഓക്കെ, മോസ്റ്റ് അബണ്ടൻറ്റ് ഐസോടോപ്പാണിത്. ഇതിനെ തന്നെയാണ് നമ്മൾ നോർമൽ ഹൈഡ്രജൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഐസോടോപ്പ്. നോർമൽ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഐസോടോപ്പും കൂടിയാണിത് H11. ഇനി പ്രോട്ടിയത്തിൻ്റെ ഒരു കഥയും കൂടെ പറയാം. മുകളിൽ അറ്റോമിക് മാസ് 1 ആണ്, താഴെ അറ്റോമിക് നമ്പർ 1 ആണ്. അറ്റോമിക് മാസിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ന്യൂട്രോൺ എന്ന പാർട്ടിക്കിൾ കിട്ടില്ലേ? അപ്പോൾ ഇവിടെ ന്യൂട്രോൺ എത്രയായിരിക്കും? 0 ന്യൂട്രോൺ 0. അതായത് ന്യൂട്രോൺ ഇല്ലാത്തൊരു ഐസോടോപ്പാണ് പ്രോട്ടിയം. എലമെൻസിൽ ന്യൂട്രോൺ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാവും. അങ്ങനെയുള്ള ഒരു ന്യൂട്രോൺ ഇല്ലാത്തൊരു ഐസോടോപ്പും കൂടിയാണ് ഇത് പ്രോട്ടിയം. അപ്പോൾ ഹൈഡ്രജൻ്റെ പ്രോട്ടിയം, അതായത് നോർമൽ ഹൈഡ്രജനായ പ്രോട്ടിയം ന്യൂട്രോൺ ആബ്സെൻ്റ് ആണ്. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ന്യൂട്രോൺ ഈസ് ആബ്സെൻ്റ് ഇൻ ഏത് ഐസോടോപ്പ്? പ്രോട്ടിയം. ഇനി ഡ്യൂട്ടീരിയത്തിലേക്ക് വരാം. ഡ്യൂട്ടീരിയത്തിൽ നമുക്ക് ആദ്യം തന്നെ ന്യൂട്രോൺ ചെയ്താലോ? ഇവിടെ ചെയ്ത പോലെ ന്യൂട്രോണിൽ സ്റ്റാർട്ട് ചെയ്താലോ? 2 - 1. അപ്പോൾ ന്യൂട്രോൺ 1 ആണ്. ഡ്യൂട്ടീരിയത്തിൽ ന്യൂട്രോൺ 1 ആണ്. അറ്റോമിക് മാസ് 2 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. 2 - 1 ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ H2O, നമ്മൾക്ക് ഇവിടെ H2O എന്ന് എഴുതിയാൽ ആ H2O വാട്ടർ എന്ന് പറഞ്ഞൂടെ? അതിൽ H എന്താണ്? പ്രോട്ടിയം. ആ Hൻ്റെ സ്ഥാനത്ത് നമ്മൾ D കൊടുത്താൽ അവിടെ D2O എന്ന് എഴുതി നമുക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ അതിൽ D എന്താണ്? ഡ്യൂട്ടീരിയമാണ്. ഇതിനെ വാട്ടർ എന്നല്ല, ഹെവി വാട്ടർ എന്നാണ് വിളിക്കൽ. അതുകൊണ്ട് ഇത് ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഐസോടോപ്പും കൂടിയാണ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം മീൻസ് ഹെവി വാട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹെവി വാട്ടർ. അതുകൊണ്ട് ഇത് ഹെവി ഹൈഡ്രജൻ എന്നൊക്കെ അറിയപ്പെടും. ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നതാണ് ഡ്യൂട്ടീരിയം. ചില കുട്ടികൾക്ക് സംശയം വരാറുണ്ട്, ഹാർഡ് വാട്ടർ തന്നെയാണ് ഈ ഹെവി വാട്ടർ എന്ന്. അല്ല മക്കളെ, ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന വാട്ടറാണ് ഹാർഡ് വാട്ടർ. സോപ്പ് പത ഉണ്ടാക്കാത്ത വാട്ടറാണ് ഹാർഡ് വാട്ടർ. ഇതങ്ങനെയല്ല, ഇത് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജനാണ് ഹെവി വാട്ടർ. ഓക്കെ, ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇനി സംശയം വേണ്ട, ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറും രണ്ടും ഹാർഡ് വാട്ടറും അതുപോലെ ഹെവി വാട്ടർ രണ്ടും രണ്ടായിട്ട് തന്നെ കാണുക. സോഫ്റ്റ് വാട്ടർ ഞാൻ ഹാർഡ് വാട്ടർ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞാണ്, അതും പഠിക്കാനുണ്ട് നമുക്ക് ഹൈഡ്രജനിൽ. ഇപ്പോൾ തൽക്കാലം ഹാർഡ് വാട്ടറും ഹെവി വാട്ടറും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യും. ഫിസിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം, ഇത് ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ മോഡറേറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് എഴുതുന്നില്ല, മക്കളത് നോട്ട് ചെയ്ത് വെക്കുക. ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? മോഡറേറ്റർ. നമുക്കറിയാം മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില പ്രോഗ്രാമിലൊക്കെ മോഡറേറ്റർ ഉണ്ടാവും. രണ്ടാൾക്കാർ തമ്മിൽ ഭയങ്കര ശബ്ദിച്ച് സംസാരിക്കുന്ന സമയത്ത് മോഡറേറ്റർ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ശബ്ദം സ്പീഡ് കുറക്കും. അതുപോലെ ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറക്കാനാണ് മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് പഠിക്കുക. ഹെവി വാട്ടർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ, ഇറ്റ് ആക്ട് ആസ് എ മോഡറേറ്റർ, ഇറ്റ് കൺട്രോൾ ന്യൂട്രോൺ സ്പീഡ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോയാലോ. ഇവിടുന്നാണ് 2021 നീറ്റ് എക്സാമിൻ്റെ ചോദ്യം ചോദിച്ചത്. നീറ്റ് എക്സാം 2021 ട്രിഷ്യത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു. നമുക്ക് ന്യൂട്രോൺ ഫസ്റ്റ് തന്നെ നോക്കാമല്ലോ. ന്യൂട്രോൺ 3 - 1. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോൺ എത്രയായിരിക്കും? 2 ആണ്. ന്യൂട്രോൺ ഈക്വൽ ടു 2. ട്രിഷ്യത്തിൽ ന്യൂട്രോൺ 2 ആണ്. ട്രിഷ്യത്തെ നമുക്ക് വേറൊരു പേരിട്ട് വിളിക്കാം. ട്രിഷ്യമാണ് റേഡിയോ ആക്റ്റീവ്.
കുട്ടികളൊക്കെ റേഡിയോ ആക്റ്റീവ് പഠിച്ചു, പക്ഷേ ആ റേഡിയോ ആക്റ്റീവ് എമിഷൻ പാർട്ടിക്കിൾ അറിയുന്നുണ്ടായിട്ടില്ല. അതും നമുക്ക് പറയാം. അപ്പോൾ നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് എഴുതി വെക്കുക. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഈസ് ട്രിഷ്യം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏത് റേഡിയോ ആക്റ്റീവ് ആണ്? ബീറ്റ മൈനസ് പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നത്. അത് പഠിച്ച് അങ്ങനെ പോരാ, ലോ എനർജിയും കൂടെ ചേർത്ത് പഠിക്കുക. അപ്പോൾ ചേർത്ത് നമ്മൾ പഠിക്കുക. ലോ എനർജി ബീറ്റ മൈനസ് പാർട്ടിക്കിൾ. റെഡി അല്ലേ? ഇറ്റ് എമിറ്റ്സ് ലോ എനർജി ബീറ്റ മൈനസ് പാർട്ടിക്കിൾസ് എമിറ്റ്സ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇതും കൂടെ ചേർത്ത് പഠിക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹൈഡ്രജൻ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ യൂണിവേഴ്സ് ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്, 1s1 ആണ്. അതുപോലെ കേഷലിൽ 2 ഇലക്ട്രോൺ ആകാൻ അത് H2ലേക്ക് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഐസോട്ടോപ്സിലേക്ക് പോയി. 3 ഐസോട്ടോപ്സ് ഉണ്ട്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് മൂവ് ചെയ്യുകയാണ്. അടുത്തതിലേക്ക് മൂവ് ചെയ്യുന്നത്. അടുത്ത ഇൻട്രൊഡക്ഷൻ്റെ പാർട്ട് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ഹൈഡ്രജനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ ഹൈഡ്രജന് 3 കഴിവുണ്ട്. അതായത് ഹൈഡ്രജൻ ഇലക്ട്രോൺ ലോസ് ചെയ്ത് പോസിറ്റീവ് ചാർജ് ആകും. ഇതും റിഡോക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഹൈഡ്രജൻ ലോസ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ H+ ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോൾ H+. ആ H+ ആകുമ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ അതേ സ്വഭാവം കാണിക്കും. ആൽക്കലി മെറ്റൽസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ലോസ് ചെയ്ത് കളിക്കുന്നുണ്ട്. സോഡിയം, ലിഥിയം ഒക്കെ Li+, Na+ ഒക്കെയാണ്. അപ്പോൾ H+ ആൽക്കലി മെറ്റൽസിൻ്റെ ക്യാരക്ടർ കാണിക്കും. ആൽക്കലി മെറ്റൽസ്. ഇതുപോലെ ഹൈഡ്രജൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സാധാരണ 17th ഗ്രൂപ്പ് ഹാലജനൊക്കെയാണ് വേഗത്തിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യൽ. ഹൈഡ്രജൻ ഗെയിൻ ഇലക്ട്രോൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിലേക്ക് മാറും. അപ്പോൾ ഹാലജൻ്റെ സ്വഭാവം കൂടെ കാണിക്കും. നെക്സ്റ്റ് പോയിന്റ് അതാണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ മീൻസ് H-. സിമിലർ ടു ഹാലജൻസിന് സിമിലറായിട്ട് മാറും. പിന്നെ ഹൈഡ്രജൻ ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. ഹൈഡ്രജൻ ഓൺലി ഫോം സിംഗിൾ കോവാലന്റ് ബോണ്ട്. കാർബൺ ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് മാത്രമേ ഫോം ചെയ്യുള്ളൂ. സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഹൈഡ്രജനുണ്ട്. സിംഗിൾ ബോണ്ട് H. ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ലോസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ H2. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. ഹൈഡ്രജൻ 3 ഓക്സിഡേഷൻ കാണിക്കുന്നില്ലേ നോക്കിയേ. പ്ലസ് ഉണ്ട്, പ്ലസ് എന്ന് പറഞ്ഞാൽ +1, മൈനസ് എന്ന് പറഞ്ഞാൽ -1, 0. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. +1, -1, 0. ഈ 3 ഓക്സിഡേഷനിലും ഹൈഡ്രജൻ കാണപ്പെടാറുണ്ട്. H2 ആണെങ്കിൽ 0 എടുക്കണം, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ +1 എടുക്കണം, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ -1 എടുക്കണം. റിഡോക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ ആൽക്കലി മെറ്റൽ ഹാലജൻ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ? പിന്നെ ഹൈഡ്രജൻ സ്മോൾ സൈസാണ്. അപ്പോൾ ആ ബോണ്ട് ലെങ്ത് ഒക്കെ വളരെ അടുത്താണ്. ഓക്കെ, വളരെ സ്മോൾ ബോണ്ട് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ നല്ല എനർജി കൊടുക്കണ്ടേ? 2 ചെറിയ കുഞ്ഞുങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്, നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടാവും. ആ നിഷ്കളങ്കമായ സ്നേഹം നമുക്കിടയിൽ നമ്മൾ പോയിട്ട് ഒരു കുട്ടിയെ വിളിച്ചു പോയാൽ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. കാരണം നമുക്കറിയാം കുട്ടികളുടെ സ്നേഹം നിഷ്കളങ്കമാണ്. അവർക്കിടയിൽ സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു കുട്ടിയെ വിളിച്ചാൽ വരില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, ആ ചെറിയ കുട്ടികൾക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഹൈ എനർജി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ ഹൈഡ്രജൻ സ്മോൾ സൈസാണ്. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് സ്മോൾ ബോണ്ട് ലെങ്ത് ആണ്. ഈ സ്മോൾ ബോണ്ട് ലെങ്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൈ എനർജി ക്രിയേറ്റ് ചെയ്യണം. ഹൈ എനർജി. ഓക്കെ, മക്കളെ പോലെ ഹൈ എനർജി നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യണം? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. ആ ഹൈ എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അറ്റോമിക് ഹൈഡ്രജൻ ആവാൻ 5000 കെൽവിൻ വേണം. അവിടെയാണ് മോർ ആറ്റോമിക് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. ഹൈഡ്രജൻ ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഈ ഹൈഡ്രജൻ എന്തായിരിക്കും? ഇനേർട്ടായിരിക്കും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട കെൽവിനാണ് 5000 കെൽവിൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. 5000 കെൽവിനാണ് ഹൈഡ്രജൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം അറ്റോമിക് ഹൈഡ്രജനിലേക്ക് മാറണമെങ്കിൽ ഇത്രയും കെൽവിൻ കൊടുക്കണം. 2000 കെൽവിൻ കൊടുത്താൽ 1% ബിലോ മാത്രമേ അറ്റോമിക് ഹൈഡ്രജൻ കിട്ടുന്നുള്ളൂ. NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് 2000 കെൽവിൻ കൊടുത്താൽ ബിലോ 1%. അതിനെക്കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. കൂടുതൽ 95% എബോവ് കിട്ടണമെങ്കിൽ 5000 കെൽവിനിൽ നമ്മൾ എന്ത് കൊടുക്കണം? ടെമ്പറേച്ചർ കൊടുക്കണം.
ഇതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഇൻട്രൊഡക്ഷൻ പോയിന്റ്. ഇത്രയുമാണ് നമ്മൾ ആദ്യമായി ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ മക്കൾക്ക് അറിയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ബോർഡിൽ എഴുതുന്നില്ല. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആണ്. കളർ, നിറമില്ല, മണമില്ല, ഗന്ധമില്ല. ഓക്കെ, കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, കമ്പസ്റ്റിബിളാണ്. അത് ലെസ് അല്ല, കത്താൻ സഹായിക്കുന്ന വാതകം. നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഫ്ലേമബിൾ ആണ്, ഇൻഫ്ലേമബിൾ. അപ്പോൾ ഇത് നാലും ഒരുമിച്ച് പറയുക: കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, കമ്പസ്റ്റിബിൾ. കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, കമ്പസ്റ്റിബിൾ ഓർ ഇൻഫ്ലേമബിൾ. ഇതും ആരുടെ പ്രോപ്പർട്ടിയാണ്? ഹൈഡ്രജൻ. അപ്പോൾ ഒന്നാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയില്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സെറ്റ് പ്രിപ്പറേഷൻ ഓഫ് H2. രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ലബോറട്ടറിയിൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാം. ഒരു ഹൈഡ്രജൻ ഗ്യാസിന് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. മക്കൾ ചെറുപ്പത്തിലൊക്കെ പോപ്പ് എന്ന സൗണ്ടിൽ വരുന്ന ഗ്യാസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹൈഡ്രജൻ പോപ്പ് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. ഒരു ബേണിംഗ് സ്പ്ലിൻഡറൊക്കെ കാണിക്കുന്ന സമയത്ത് പോപ്പ് എന്ന സൗണ്ട്, തീപ്പെട്ടിക്കോളി, കത്തുന്ന തീപ്പെട്ടിക്കോളി കാണിച്ചാൽ അവിടെ നിന്നും ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് വരും, അവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഹൈഡ്രജൻ നമ്മൾ ലബോറട്ടറിയിലൊക്കെ കണ്ടില്ലേ. അതെങ്ങനെയാണ് ലബോറട്ടറിയിൽ കിട്ടിയത്? സിങ്കൊക്കെ എടുത്തിട്ടാണ്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് H2. പ്രിപ്പറേഷൻ ഓഫ് H2. നമ്മൾ ഈ പ്രിപ്പറേഷൻ ഓഫ് H2ൽ ആദ്യം ലബോറട്ടറി പ്രിപ്പറേഷൻ പഠിക്കുകയാണ്. നമ്പർ 1, ലബോറട്ടറി പ്രിപ്പറേഷൻ. ലബോറട്ടറി പ്രിപ്പറേഷൻ. ലബോറട്ടറി പ്രിപ്പറേഷനിൽ രണ്ടും നമ്മൾ സിങ്കിൽ കൂടി ഉണ്ടാക്കുന്നത്. സിങ്ക് ആസിഡുമായി റിയാക്ട് ചെയ്യും, സിങ്ക് ആൽക്കലിയുമായി റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള സിങ്കിനെ നമുക്ക് എന്തും കൂടെ വിളിക്കാം? ആംഫോട്ടറിക് എന്ന് വിളിക്കാം. ഓക്കെ, സിങ്ക് ആംഫോട്ടറിക് നമുക്ക് പഠിക്കാനുണ്ട്. സിങ്ക് ഓക്സൈഡൊക്കെ അസിഡിക് ക്യാരക്ടറാണ്, ബേസിക് ക്യാരക്ടറാണ്. അത് നമ്മളിപ്പം ഇവിടെ അതുപോലെ പഠിച്ചേക്കാം. സിങ്ക് വീണ്ടും സിങ്ക് എഴുതുക. നമ്മൾ ആദ്യം ഡൈലൂട്ട് ആസിഡായ 2HCl ഉപയോഗിക്കുന്നു. നമുക്ക് വേണ്ടുന്ന ഗ്യാസ് ഏതാ? H2 ഗ്യാസ് പ്ലസ് ZnCl2. ഇതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ. എടുക്കുന്ന സിങ്ക് ഗ്രാനുലേറ്റഡ് ഫോമിലായിരിക്കണേ, ഗ്രാനുലേറ്റഡ് സിങ്ക് ആയിരിക്കണം. അപ്പോൾ സിങ്ക് ഗ്രാനുലേറ്റഡ് എടുക്കുക, HCl-മായി റിയാക്ട് ചെയ്യുക. ഗ്രാനുലേറ്റഡ് സിങ്ക് റിയാക്ട് വിത്ത് HCl, ഇറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ആൻഡ് ZnCl2. നെക്സ്റ്റ് വൺ, അതേ സിങ്ക് എടുത്തിട്ട് നമ്മൾ NaOH-മായി റിയാക്ട് ചെയ്യുക. NaOH സിമിലർ ഗ്യാസ് തന്നെയാണ് കിട്ടുന്നത്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആസിഡിനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, സിങ്ക് ആൽക്കലിയുമായി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുമായി റിയാക്ട് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഗ്യാസ് H2. ഇവിടെ സെക്കൻഡ് പ്രോഡക്റ്റിനും കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, Na2ZnO2. എന്ത് രസമാണ് Na2ZnO2. സോഡിയം സിങ്കേറ്റ് എന്ന കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോഡിയം സിങ്കേറ്റ്. ഓക്കെ, സോഡിയം സിങ്കേറ്റ്. ദീസ് ടു ആർ ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കാണിച്ച് കൊടുക്കാൻ പറ്റും. ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെയൊക്കെയാണ്, പോപ്പ് സൗണ്ടൊക്കെയാണ്, ആളിക്കത്താൻ സഹായിക്കുമൊക്കെ കാണിക്കും. ഇനി നമുക്ക് ഇൻഡസ്ട്രിയലായിട്ട് ഇതുകൊണ്ട് ഭയങ്കരം ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കാം, അമോണിയ പോലത്തെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ റോക്കറ്റ് ഫ്യൂൽ ഹൈഡ്രജൻ വേണം, ഫ്യൂൽ സെല്ലിൽ ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ പല യൂസസ് ഉണ്ട്. അതിന് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്? ഹൈഡ്രജൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് അതിലേക്ക് പോവുകയാണ്. ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. അതിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ പഠിക്കുന്നത് H2O ഇലക്ട്രോളിസ് ചെയ്യുന്നത്. ചെറുപ്പത്തിലേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചില സ്കൂളുകളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ബീക്കർ എടുത്തിട്ട് അതിൽ അസിഡിഫൈഡ് വാട്ടർ ഉപയോഗിക്കും. കാരണം ശുദ്ധജലം കറണ്ട് കടത്തിവിടില്ല എന്ന് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ചൊല്ലിപ്പഠിക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ആസിഡ് അല്ലെങ്കിൽ ബേസ് കലർത്തിയാലും കുഴപ്പമില്ല. അയോൺസിൻ്റെ പ്രസൻസ് കൂടുതൽ ഉണ്ടാക്കാൻ ആസിഡ് അല്ലെങ്കിൽ ബേസ് കലർത്തുക. നമുക്ക് അസിഡിഫൈഡ് വാട്ടർ അല്ലെങ്കിൽ ബേസ് ഉപയോഗിച്ച് വെള്ളം എടുക്കാം. ഇതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ. 2H2O വാട്ടർ, വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോളിസിസ്. വെള്ളം എടുത്ത് ഇലക്ട്രോളിസ് ചെയ്യണം. ഏതിൻ്റെ പ്രസൻസിൽ? ആസിഡ് ഓർ ബേസ്. അപ്പോൾ ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. ബോത്ത് ആർ ഇൻ ഗ്യാഷ്യസ് ഫോം. ഓക്കെ, ഇത് ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. ഇത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കൂടിയാണെന്ന് ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക. ഇൻഡസ്ട്രിയൽ ഓർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ, ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് ഓർ ബേസ് ഉള്ള വാട്ടർ എടുക്കുക. അസിഡിഫൈഡ് വാട്ടർ നമ്മൾ പറയുമ്പോൾ രസത്തിന് അസിഡിഫൈഡ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഹൈഡ്രജൻ എവിടെ ഫോം ചെയ്യും? അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഹൈഡ്രജൻ്റെ ചാർജ് ഇവിടെ +1 അല്ലേ? പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ എപ്പോഴും ആനോഡിലേക്ക് പോകുമോ, കാത്തോഡിലേക്ക് പോകുമോ? കാത്തോഡ്. എന്തുകൊണ്ട്? കാത്തോഡിന് നെഗറ്റീവ് ചാർജാണ്.
അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഗ്യാസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? കാത്തോഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യൽ. നെഗറ്റീവ് ഇലക്ട്രോഡ്, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇലക്ട്രോളിസ് ഓഫ് H2O ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാത്തോഡിലാണ്. മക്കളിതൊന്ന് എഴുതി വെച്ചില്ലേ? അടുത്തതിലേക്ക് പോകാലോ. രണ്ടാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയിലാണ്. അതിൽ സെക്കൻഡ് പ്രിപ്പറേഷൻ നമുക്കറിയാം, പ്യുവറസ്റ്റ് ഫോം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സപ്പോസ് ഇപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ മെറ്റലർജി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. മെറ്റലർജിയിലൊക്കെ ഓറ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെറ്റൽസൊക്കെ 99% ഒക്കെ ആയിരിക്കും പ്യുവർ. 100% പ്യൂരിറ്റിയൊക്കെ ഭയങ്കര അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. അതുപോലെ പ്യുവർ ഹൈഡ്രജനും 100% നമുക്ക് കിട്ടുന്നില്ല. എന്നാലും വളരെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടാണ് നമ്മളിപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈ പ്യൂരിറ്റി ഹൈഡ്രജൻ, അതാണ് സെക്കൻഡ്. അതിനൊക്കെ വളരെ പരിഗണന കൊടുക്കുക. ഹൈ പ്യൂരിറ്റി ഹൈഡ്രജൻ എടുക്കണമെങ്കിൽ നമ്മൾ അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുക്കുക. ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അക്വസ് എടുക്കുക. അതിനെ വാം ചെയ്യിക്കണം. വാം ചെയ്തിട്ട് ഇലക്ട്രോളിസും ചെയ്യണം. കണ്ടീഷനൊക്കെ ഓർക്കണം. അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, വാം ചെയ്യുക, ഇലക്ട്രോളിസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഹൈ പ്യൂരിറ്റി ഹൈഡ്രജൻ. അത് എത്രയാണെന്നും കൂടെ ഓർത്ത് വെച്ചാൽ നല്ലത്. ഗ്രേറ്റർ ദാൻ 99.95%. 100 ആകാൻ ഇനി അത്രേ ബാക്കിയുള്ളൂ. നോക്കിയാൽ 99.95 ഗ്രേറ്ററുമാണ്. 100ൽ വളരെ കുറച്ച് മാത്രമേ ഇമ്പ്യൂരിറ്റി ഉള്ളൂ. ഇത്രയും പ്യൂരിറ്റിയുള്ള ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ ബേരിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് ചെയ്താൽ മതി. ഇവിടെ ഉപയോഗിക്കേണ്ടത് നിക്കൽ ഇലക്ട്രോഡും കൂടിയാണ്. അതും കൂടെ ശ്രദ്ധിക്കണം. ഇതൊന്ന് ഹൈഫണിട്ട് നമുക്ക് ഇതേപോലെ എഴുതാല. ഇലക്ട്രോളിസിസ് ഓഫ് വാം അക്വസ് BaOH2 സൊല്യൂഷൻ barium hydroxide solution using nickel electrodes. Okay, using nickel electrodes. This is the second preparation or industrial preparation. Second one, high purity എന്ന വാക്കിന് അർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി തേർഡ് ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷൻ. ഹൈഡ്രജൻ നമ്മൾ മൂന്നാമത്തെ മെത്തേഡിൽ കൂടി പ്രിപ്പയർ ചെയ്യുകയാണ്. ആ മെത്തേഡ് മക്കൾക്ക് പരിചയമുള്ള മെത്തേഡ് തന്നെയാണ് തേർഡ് മെത്തേഡ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഇലക്ട്രോളിസ് ഓഫ് വാട്ടർ. സെക്കൻഡ് വൺ ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്തിട്ട് ഇലക്ട്രോളിസ് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ NaOH അല്ലെങ്കിൽ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ കിട്ടും. ഈ NaOHും ക്ലോറിനൊക്കെ ബ്രൈൻ സൊല്യൂഷനിൽ കൂടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ എടുത്തിട്ട് ഇലക്ട്രോളിസ് ചെയ്താൽ മതി. ബ്രൈൻ സൊല്യൂഷൻ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോളിസിസ്. ഓക്കെ, ബ്രൈൻ സൊല്യൂഷൻ ഇലക്ട്രോളിസ് ചെയ്യുമ്പോൾ NaOH കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രൈൻ സൊല്യൂഷനിൽ കൂടി ക്ലോറിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. NaOH ഉണ്ടാക്കാൻ കാസ്റ്റ്നർ കെൽനർ എന്ന പ്രോസസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാം. കാസ്റ്റ്നർ കെൽനർ പ്രോസസ് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കുക. NaOH ഫോം ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കാസ്റ്റ്നർ കെൽനർ ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ കൂടിയാണ് NaOH ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ NaOHും Cl2 ഏത് സൊല്യൂഷനിൽ കൂടി ഉണ്ടാകുന്നത്? ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ NaCl അടങ്ങിയ സൊല്യൂഷനാണ്. NaCl ഉപ്പുവെള്ളം. ഓക്കെ, NaCl അടങ്ങിയ സൊല്യൂഷനാണ് എന്ത് വിളിക്കൽ? ബ്രൈൻ സൊല്യൂഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് S ബ്ലോക്കിൽ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ NaOH ഒക്കെ അവിടെ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഹൈഡ്രജൻ റിലേറ്റഡ് പോയിന്റ്സ് റെഡി. ബ്രൈൻ സൊല്യൂഷൻ ഇലക്ട്രോളിസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ NaOHും Cl2ഉം ബ്രൈൻ സൊല്യൂഷൻ കൂടി കിട്ടില്ലേ? അവിടെ ബൈ പ്രൊഡക്റ്റ് ആണ് H2. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? H2 ഗ്യാസ്. ബൈ പ്രോഡക്റ്റ് ആണ് NaOHും Cl2ഉം. അവിടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് H2 ഗ്യാസ്. ദിസ് ഇസ് ദ തേർഡ് പ്രിപ്പറേഷൻ, തേർഡ് വൺ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡൈഹൈഡ്രജൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ 4ഉം 5ഉം 6ഉം കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുക. 4ാമത്തതും 5ാമത്തെ 6ാമത്തിലും കോമൺ ആയിട്ട് H2O ഗ്യാഷ്യസ് ഫോമിലുണ്ട്. H2O ഗ്യാഷ്യസ് ഫോം, ദാറ്റ് മീൻസ് സ്റ്റീം അല്ലെങ്കിൽ H2O വേപ്പർ എന്നും കൂടെ പറയാം. ഈ 4ഉം 5ലും നമ്മൾ കോമൺ ആയിട്ട് H2O ഗ്യാസ് എഴുതുക. 4, 5, 6. 3ലുണ്ട് 4, 5, 6. ഓക്കെ, ഇത് സ്റ്റീം എന്ന് എഴുതി വെച്ചാൽ നമുക്ക് എളുപ്പമായി. സ്റ്റീം. അപ്പോൾ സ്റ്റീമുമായിട്ട് നമ്മൾ ഓരോ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ മീഥേൻ റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ഹൈഡ്രജനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് സ്റ്റീമുമായിട്ട് മീഥേനെ റിയാക്ട് ചെയ്യുന്നത്? മീഥേൻ ഗ്യാസ്. സിയും ഓയും തമ്മിൽ കമ്പൈൻ ചെയ്യില്ലേ? റിയാക്ട് ചെയ്യില്ലേ? CO ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. CO ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ്. ഓക്കെ, സിയും ഓയും റിയാക്ട് ചെയ്യും. H4ഉം H2ഉം H6. അത് 3H2 ഗ്യാസ് എഴുതി കൂടെ. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ മിക്സ്ചർ എന്നാണ് പറയല്. CO ഗ്യാസിൻ്റെയും H2 ഗ്യാസിൻ്റെയും മിക്സ്ചറിനെ നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കും. ദ മിക്സ്ചർ ഓഫ് CO ഗ്യാസ് ആൻഡ്
H2 ഗ്യാസ് ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. CO ഗ്യാസിൻ്റെയും H2 ഗ്യാസിൻ്റെയും മിക്സ്ചറിനെ വാട്ടർ ഗ്യാസ് എന്ന് വിളിക്കും. കൂടുതൽ വേറൊരു പേരും കൂടിയുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം. ഈ വാട്ടർ ഗ്യാസ് കിട്ടുമ്പോൾ നമ്മൾ നിക്കലാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. 1270 കെൽവിൻ. ഈ അടുത്ത കാലത്തായി ടെമ്പറേച്ചറിന് പ്രാധാന്യം കൊടുക്കണം. 2021 നീറ്റിൽ മെറ്റലർജിയിൽ ടെമ്പറേച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇൻ മെറ്റലർജിക്കൽ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ? നമുക്കറിയാം 10, 12, 15, 21. 10 മുകളിൽ താഴെ 21. 10, 12, 15, 21. എല്ലാത്തിൻ്റെ കൂടി 70 ചേർക്കണം. 10, 70. 1070 കെൽവിൻ, 1270 കെൽവിൻ, 1570 കെൽവിൻ, 2170 കെൽവിൻ. ഓക്കെ, 17 അല്ല 70. 2170 ആണ് ഹയസ്റ്റ്. അതായത് അപ്രോക്സിമേറ്റ്ലി 2200 എന്നാണ് ആൻസർ ഉണ്ടായത്. 2200 കെൽവിൻ. അവിടെ 1270 വരുന്നുണ്ടല്ലേ ബ്ലാസ്റ്റ് ഫർണസ്. അതേ 1270 ഇവിടെയും വരുന്നുണ്ട്. ഏതിൽ? വാട്ടർ ഗ്യാസിൽ. അവിടെ 10, 12, 15, 21 എല്ലാത്തിൻ്റെ കൂടി 70 ഉണ്ട്. 1270 വരുന്നില്ലേ രണ്ടാമത്തെ ടെമ്പറേച്ചർ? ഇവിടെ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 1270 കെൽവിനാണ്. ഇനി അടുത്ത സെക്കൻഡ് ഇതുപോലെ സ്റ്റീം റിയാക്ഷൻ നമ്മൾ കാർബൺ സോളിഡ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൾ സോളിഡും H2O ഗ്യാസ് റിയാക്ട് ചെയ്യുന്നു. ഇവിടെയും സിമിലർ കണ്ടീഷൻ, CO ഗ്യാസ് സെയിം പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഇതാ CO ഗ്യാസ് പ്ലസ് H2 ഗ്യാസ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വാട്ടർ ഗ്യാസ്. സെയിം പ്രോഡക്റ്റ് വാട്ടർ ഗ്യാസ്. ഇവിടെയും അപ്പോൾ നിക്കലും സെയിം ടെമ്പറേച്ചർ യൂസ് ചെയ്താൽ പോരെ? നിക്കലും അതേ ടെമ്പറേച്ചർ യൂസ് ചെയ്യുക. മുകളിൽ ഉപയോഗിച്ച് അതേ വാട്ടർ ഗ്യാസ് ആണെങ്കിൽ സെയിം കാറ്റലിസ്റ്റും സെയിം ടെമ്പറേച്ചറും മതി. ഈ വാട്ടർ ഗ്യാസിൻ്റെ മറ്റൊരു പേരാണ് സിന്തസിസ് ഗ്യാസ്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഈ വാട്ടർ ഗ്യാസിൽ കൂടി നമുക്ക് സിന്തസിസ് ചെയ്തെടുക്കാം. പ്രധാനമായിട്ടും മെഥനോളാണ് സിന്തസിസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതാണ് വാട്ടർ ഗ്യാസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സിന്തസിസ് ഗ്യാസ്. സിന്തസിസ് ഗ്യാസ്. ഫസ്റ്റത്തെ 3 ലെറ്റർ എന്താ? സിൻ. അപ്പോൾ സിൻ ഗ്യാസ് എന്ന് വിളിക്കാം. സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. റെഡി? സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കാം, സിൻ ഗ്യാസ് എന്ന് വിളിക്കാം. പ്രധാനമായിട്ടും മെഥനോളാണ് സിന്തസിസ് ചെയ്യാൻ പറ്റുക. മെഥനോൾ CH3OH, COയും H2യിലും കൂടി CH3OH, പിന്നെ മെനി ഹൈഡ്രോ കാർബൺ സിന്തസിസ് ചെയ്യാം. മെയിൻ കോമ്പൗണ്ട് മെഥനോളാണ്. കൂടാതെ ഹൈഡ്രോ കാർബണൊക്കെ നമുക്ക് സിന്തസിസ് ചെയ്യാം. സോ വാട്ടർ ഗ്യാസ് ഈസ് ഓൾസോ കോൾഡ് സിന്തസിസ് ഗ്യാസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് റിയാക്ഷൻ നോക്കുക. ഈ സെക്കൻഡ് റിയാക്ഷൻ ഏതിൽ കൂടിയാണ് വാട്ടർ ഗ്യാസ് ഉണ്ടായത്? കോളിൽ കൂടി. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. വാട്ടർ ഗ്യാസിൻ്റെ മറ്റൊരു പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. സെക്കൻഡ് വണ്ണിൽ വാട്ടർ ഗ്യാസ് ഏതിൽ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കോളിൽ കൂടി. അതുകൊണ്ട് നമ്മൾക്കിതിനെ കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് വിളിക്കാം. ഇനി ഫൈനലായിട്ടൊരു കെമിസ്ട്രി ബാക്കിയുണ്ട്. അതിൽ നമ്മൾ എടുക്കുന്നത് CO ഗ്യാസ്. ഇവിടെ COയും Oയും കൂടി റിയാക്ട് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? CO2 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. CO2 ഗ്യാസ് പ്ലസ് H2 ഗ്യാസ്. ഇവിടെ വാട്ടർ ഗ്യാസ് അല്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണ് വാട്ടർ ഗ്യാസ്. CO ഗ്യാസും H2 ഗ്യാസും. പക്ഷേ ഇവിടെ CO2 ഗ്യാസും H2 ഗ്യാസാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റാണ് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ്. അപ്പോൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 673 ആണ്. 673. ഇവിടെ നിക്കലാണെങ്കിൽ ഇവിടെ അയൺ ക്രോമേറ്റ് ആണ്. വാട്ടർ ഗ്യാസ് കിട്ടുമ്പോൾ നിക്കലും 1270 ആണ്. വാട്ടർ ഗ്യാസിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നു. ഇവിടെ നമ്മൾ CO2നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ റിയാക്ഷനെ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യിക്കാം. ബേസ്ഡ് ഓൺ ലേഷാർഡിലെ പ്രിൻസിപ്പിൾ. ഈ CO2 നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇക്വിലിബ്രിയം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും? മുമ്പോട്ട് ഫോർവേഡ് ഷിഫ്റ്റ് നടത്തും. അപ്പോൾ മോർ ഹൈഡ്രജൻ കിട്ടും. ഇവിടെ എഴുതി വെക്കുക മോർ ഹൈഡ്രജൻ. അപ്പോൾ തേർഡ് റിയാക്ഷൻ മോർ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ്. എന്തുകൊണ്ട്? CO2നെ നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ. ഇതും കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുക. സോഡിയം ആർസനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആരെ റിമൂവ് ചെയ്യുന്നത്? CO2നെ. അതുകൊണ്ട് തേർഡ് റിയാക്ഷൻ ഒരു പേരുണ്ട് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷനിൽ മോർ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് എഴുതി ചേർക്കുക വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടും കഴിഞ്ഞു, അതുപോലെ പ്രിപ്പറേഷൻ പാർട്ടും കഴിഞ്ഞു. പ്രിപ്പറേഷൻ 2 മെത്തേഡിലാണ് പഠിക്കുന്നത്, ലബോറട്ടറി ആൻഡ് ഇൻഡസ്ട്രിയൽ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ വാട്ടർ ഗ്യാസിൻ്റെ മറ്റൊരു പേര് സിന്തസിസ് ഗ്യാസ്. ഇവിടെ ഒരു പോയിന്റും കൂടി അഡീഷണൽ ആയിട്ട് ചേർക്കുക. വാട്ടർ ഗ്യാസ് എന്താണ്? CO+H2. ഇതുപോലെ വേറൊരു ഗ്യാസ് ഉണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസ്, CO+N2. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. CO+H2 ആണെങ്കിൽ വാട്ടർ ഗ്യാസും CO+N2 ആണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസും. പ്രൊഡ്യൂസർ ഗ്യാസ് നമുക്ക് P ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 പാർട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്തു.